ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനാവുന്നതും അതേസമയം 4000 മുതൽ 6000 കിലോ വരെ ഭാരത്തിൽ ആരെയും ഭയപ്പെടാതെ കാട്ടിലെ സ്വതന്ത്ര ജീവി വർഗമാണ് ആനകൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആന വിശേഷങ്ങളാണ് നോക്കുന്നത്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആനകൾ. അതുമാത്രമല്ല, നമ്മുടെ കേരള സംസ്കാരത്തിലും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ജീവികളാണ് ആനകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ആനകൾ. പ്രൊബോസീഡിയ കുടുംബത്തിൽ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ജീവി വർഗമാണ് ആനകൾ. തുമ്പിക്കൈയുള്ള ജീവി വിഭാഗത്തെയാണ് പൊതുവെ പ്രൊബോസീഡിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 വിഭാഗത്തിലുള്ള ആന വിഭാഗങ്ങളാണ് ഇന്ന് ഭൂമിയിൽ കാണാനാവുന്നത്. ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന എന്നിവയാണ് ആ വിഭാഗങ്ങൾ. ആഫ്രിക്കൻ ബുഷ് ആനകളിൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുകൾ കാണാനാവും. ഇത് തന്നെയാണ് ആഫ്രിക്കൻ ബുഷ് ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇത് മാത്രമല്ല, 24 അടി വരെ ഉയരത്തിലും ഇവയ്ക്കെത്താനാവും. ആഫ്രിക്കൻ ബുഷ് ആനകളാണ് ആനകളിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളവ. മറ്റൊരു വിഭാഗമായ ആഫ്രിക്കൻ കാട്ടാന ആഫ്രിക്കൻ ബുഷ് ആനകളെക്കാളും വലിപ്പം കുറവായിരിക്കും. ഇനി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വിഭാഗമാണ് ഏഷ്യൻ ആനകൾ. ഏഷ്യൻ ആനകളെ തന്നെ ഇന്ത്യൻ ആനകൾ, ശ്രീലങ്കൻ ആനകൾ എന്നിങ്ങനെയും ഉപവിഭാഗങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഏഷ്യൻ ആനകളിൽ ആണാനകൾക്ക് മാത്രമാണ് കൊമ്പുകൾ കാണാനാവുന്നത്. സൗന്ദര്യത്തിൽ ഇന്ത്യൻ ആനകളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സംസ്കാരത്തിൽ ഉത്സവങ്ങളുടെയും സാമൂഹ്യ രൂപീകരണത്തിലും ആനകൾ വളരെയധികം പങ്കുവഹിച്ചു വരുന്നു. ആനകളുടെ തുമ്പിക്കൈയിൽ ഏകദേശം 1,50,000-ഓളം മസിലുകൾ നമുക്ക് കാണാനാവും. അവയുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അവയുടെ തുമ്പിക്കൈകൾ. വളരെയധികം ഭാരമേറിയ വസ്തുക്കൾ ചുമക്കാനും നീന്തുന്നതിനിടയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും ആശയവിനിമയത്തിലും ഇവർ തുമ്പിക്കൈ ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആനകളുടെ തുമ്പിക്കൈയിൽ ഏകദേശം 8 ലിറ്ററോളം ജലം ഒരേ സമയം ഇവർക്ക് തുമ്പിക്കൈയിൽ നിറയ്ക്കാനാവും. ആനകളുടെ പല്ലുകൾ തന്നെയാണ് കൊമ്പുകളായിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിച്ചു വരുന്നത്. ഒരാനക്കുട്ടിക്ക് 2 വയസ്സാകുമ്പോൾ തന്നെ ഈ കൊമ്പുകൾ വളർന്ന് മുന്നിലേക്ക് എത്താനായിട്ട് തുടങ്ങും. വളരെയധികം പവർഫുൾ ആണ് ആനകളുടെ കൊമ്പുകൾ. വലിയ വലിയ മരങ്ങളെ ഇടിച്ചിടാനും എതിരാളികളെ നേരിടാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ കൊമ്പുകൾക്ക് വേണ്ടി തന്നെയാണ് ആനകൾ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നതും. ആനകളുടെ സ്കിന്നിൽ വളരെയധികം കട്ടിയുള്ളവയാണ്. ഏകദേശം 3 മീറ്ററോളം കട്ടിയുണ്ടാവും ആനയുടെ സ്കിന്നിന്. ഇവയുടെ സ്കിന്നിൽ വളരെയധികം വാട്ടർ കണ്ടന്റ് അടങ്ങിയിരിക്കും. ഇത് ശരീരം എപ്പോഴും കൂളായി നിലനിർത്താൻ ആനയെ സഹായിക്കുന്നുണ്ട്. തുമ്പിക്കൈയിൽ പൂഴി മണ്ണുവാരി ദേഹത്തോടെ ഇടുന്നതും ഒരു സ്കിൻ പ്രൊട്ടക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നു. ആനകളിൽ ഒരു ദിവസം ഏകദേശം 150 കിലോ വരെ ഭക്ഷണം ഉള്ളിലാകും. ഇതിൽ ഇലകളും പഴങ്ങളും വേരുകളും കായ്കളും എല്ലാം ഉൾപ്പെടുന്നു. ഇതിൽ പകുതിയോളം ദഹിക്കാതെ ഇങ്ങനെ വെളിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ആനകൾ പോകുന്ന സ്ഥലത്തെല്ലാം വിത്തുകൾ പാകി ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ക്രിയേഷനാണ് ആനകൾ നടത്തുന്നത്. ആനകളുടെ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ മനുഷ്യർക്ക് കേൾക്കാനാവുന്ന ശബ്ദങ്ങളല്ല. ഇതുകൂടാതെ തന്നെ ഇവയുടെ ബോഡി ലാംഗ്വേജ് മൂലവും ചില പ്രത്യേകതരം വൈബ്രേഷൻസ് മൂലവും ഇവർക്ക് ആശയവിനിമയം നടത്താനാവുന്നു. ഒരു ആനക്കുട്ടി ജനിച്ച ഉടൻ ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ആനക്കുട്ടിക്ക് 4 കാലിൽ നേരെ നിൽക്കാനാവും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനക്കുട്ടികൾ നടക്കാനും ആരംഭിക്കും. അങ്ങനെ ആനക്കൂട്ടത്തിനോട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ ആനക്കുട്ടികൾക്കാവും. കൂട്ടത്തിലെ പിടിയാനകളെല്ലാം കൂടിച്ചേർന്നാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. മറ്റൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആനകൾ ഒരിക്കലും ഒന്നും മറക്കുന്നില്ല എന്നുള്ളതാണ്. ആനകളുടെ തലച്ചോറിന്റെ ഭാഗങ്ങൾ കാര്യങ്ങളെ ഓർത്തെടുക്കാൻ പാകത്തിന് രൂപാന്തരം പ്രാപിച്ചവയാണ്. അതുകൊണ്ട് തന്നെ ആനകൾ ഒരിക്കലും ഒന്നും മറക്കുന്നില്ല. തായ്ലാൻഡിന്റെ നാഷണൽ ആനിമൽ കൂടിയാണ് ആനകൾ. ആനകൾ എപ്പോഴും അവയുടെ ചെവികൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. ആനകളുടെ ചെവികളിൽ വളരെയധികം ഞരമ്പുകളും മറ്റും കണ്ടുവരുന്നുണ്ട്. ആനകളുടെ ഞരമ്പുകളിലൂടെ ശക്തിയായി ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തെ ഈ ചെവിയാട്ടത്തിലൂടെ തണുപ്പിക്കാനും അങ്ങനെ ശരീര താപനില നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഏകദേശം 30 വട്ടം ആനകളുടെ ഹൃദയം 1 മിനിറ്റിൽ മിടിക്കും. കൂട്ടം കൂടി ജീവിക്കുന്നവയാണ് ആനകൾ. ഏതൊരു കൂട്ടത്തിനെയും പോലെ തന്നെ ആ ഒരു കൂട്ടത്തിൽ തന്നെ ശക്തി കൂടിയ കൊമ്പനാനകൾ ആ കൂട്ടത്തിന്റെ തലവനായി ഉണ്ടാവും. ഇതിൽ തന്നെ കൂട്ടം തെറ്റിയ ആനകളാണ് ഒറ്റയാനകൾ എന്ന് നമ്മൾ പറയുന്നത്. ഒറ്റയാനകൾ വളരെ അപകടകാരികളാണ്. ഒരിക്കലും ഒരു ആന വളർത്തു മൃഗമല്ല. ആന എപ്പോഴും ഒരു കാട്ടുമൃഗം തന്നെയാണ്. നമ്മൾ ഇണക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മളോട് കൂടെ ഇപ്പോൾ കാണപ്പെടുന്ന മറ്റു ജീവിവർഗങ്ങളെ പോലെ ഒരു ഇണങ്ങുന്ന മൃഗമല്ല ആനകൾ. അതുകൊണ്ട് തന്നെ
വളരെയധികം മെരിക്കൽ മാർഗങ്ങളിലൂടെ മനുഷ്യൻ ആനകളെ ഇങ്ങനെ മെരുക്കിയെടുത്തതാണ്. എന്നാൽ വളരെയധികം ആധുനികമായ എക്യുപ്മെന്റ്സും വളരെ കട്ടിയുള്ള പണികൾ ചെയ്യാൻ ഒരുപാട് സാങ്കേതിക വിദ്യകളും ഇന്നുള്ളപ്പോൾ ആനകളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് മെരുക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യം നമുക്കിന്നില്ല. എന്നാലും ഇന്നും പലയിടങ്ങളിലും ആനകൾ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്. അങ്ങനെ വളരെയധികം പ്രത്യേകതകളും കൗതുകങ്ങളുമൊക്കെയുള്ള ഒരു ജീവിവർഗമാണ് ആനകൾ. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിവർഗമായിട്ട് നമുക്കെല്ലാം ഒരു അത്ഭുതമായിട്ട് ആനകൾ ഇങ്ങനെ നിലകൊണ്ടുവരുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.